അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹുവിന്റെ സൈനികന്മാരാണ് മലക്കുകൾ എന്ന് പറയുന്നത്. മനുഷ്യരായ നമ്മളെയും ജിന്ന് വർഗത്തിനെയും ഭൂമിലോകത്തേക്ക് അല്ലാഹു തആല അയച്ചിരിക്കുന്നത് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. മലക്കുകളെ അല്ലാഹു തആല നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ മലക്കുകൾ അല്ലാഹുവിന്റെ സൈനികന്മാരാണ്, ജുനൂദുർ റഹ്മാൻ, അല്ലാഹു തആലയുടെ പട്ടാളക്കാരാണ്, സൈനികന്മാരാണ് മലക്കുകൾ. ലാ യഅ്സൂന അല്ലാഹ മാ അമറ, അല്ലാഹു തആല കൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന് എതിരായി ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. അത്രത്തോളം നല്ല രീതിയിൽ അനുസരിച്ചുകൊണ്ട് രാത്രിയും പകലും വ്യത്യാസങ്ങളില്ലാതെ അധ്വാനിക്കുന്നവരാണ് മലക്കുകൾ. ആ മലക്കുകള് ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് വസിക്കുന്ന മലക്കുകളാണ്. ഏകദേശം കൂടുതൽ മലക്കുകളും ആകാശങ്ങളിൽ വസിക്കുന്നവരാണ്. ചിലപ്പോൾ ഒരു ഭൂമിയിലേക്ക് ഇറങ്ങി വരും, ചില മലക്കുകൾ ഭൂമിയിൽ തന്നെ താമസിക്കുന്നവരും ഉണ്ട്. ആ മലക്കുകളുടെ എണ്ണം ഇത്രയാണ് എന്നുള്ള കൃത്യമായ ഒരു കണക്ക് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. മലക്കുകളുടെ സ്പഷ്ടമായ എണ്ണം ഇന്നേവരെയും അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് മലക്കുകൾ ഇറങ്ങി വരികയും മനുഷ്യരുടെ ഇടയിൽ അവര് വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല നല്ല സദസ്സുകളില്, ദിക്റിന്റെ മജ്‌ലിസുകളിൽ, സ്വലാത്തിന്റെ മജ്‌ലിസുകളിൽ തസ്ബീഹ് ചൊല്ലുന്നവരോട് കൂടെ, അതേ സമയത്ത് നിസ്കാരം നിർവഹിക്കുന്ന മനുഷ്യരോട് കൂടെ ആ മലക്കുകൾ ഇരിക്കുകയാണ്. എന്തിനധികം പറയണം, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നമ്മൾ ചൊല്ലുന്നതായ ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തുകൾ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായ മലക്കുകൾ വരെ അവരോടൊപ്പം നമ്മളോടൊപ്പം. അതുകൊണ്ട് തന്നെ ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ രീതിയിൽ അവർക്ക് ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്നതായ മലക്കുകളുണ്ട്. ഹഫളത്ത്, മനുഷ്യരെ സംരക്ഷിക്കുന്നതായ മലക്കുകളുണ്ട്. മനുഷ്യരുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മുമ്പിൽ വലിയൊരു മരം താഴ്ത്തി വീഴുകയാണ്. വീണ സമയത്ത് ആ മനുഷ്യനും ആ മരത്തിന്റെ ഇടയിൽപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നോക്കി നിൽക്കുന്ന മനുഷ്യരെല്ലാവരും വിചാരിച്ചത് അദ്ദേഹം ആ മരത്തിന്റെ അടിയിൽ വീണ് മരണപ്പെടുന്നതാണ്. സത്യത്തിൽ രണ്ട് കൊമ്പുകൾക്കിടയിലായി അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളതായ സംരക്ഷണങ്ങൾ മലക്കുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് കാണാം, ചില ആളുകൾ റോഡിലൂടെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ചില വാഹനങ്ങൾ തെറ്റായ വഴിയിലൂടെ ഓടി ചീപ്പാഞ്ഞ് വരികയും മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ നേരെ മറ്റേ വശത്തായി അത് സഞ്ചരിക്കുകയാണ്. അവിടെ നടന്നുകൊണ്ട് പോകുന്ന മനുഷ്യനെ രക്ഷപ്പെടുകയാണ്. ഈ രീതിയിലുള്ളതായ സംരക്ഷണങ്ങൾ മലക്കുകളുടെ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മലായികത്തുൽ അദാബ്, ശിക്ഷയുടെ മലക്കുകളുണ്ട്, ശിക്ഷ നൽകുന്ന മലക്കുകൾ. അദാബിന്റെ മലക്കുകൾ, മലായികത്തുർ റഹ്മാൻ, കാരുണ്യത്തിന്റെ മലക്കുകൾ. മരണ സാഹചര്യം വരുന്ന സമയത്ത് നല്ല മുഅ്മിനായ മനുഷ്യന്റെ അടുക്കല് റഹ്മത്തിന്റെ മലക്കുകളായി നൽകുക. അതേ സമയത്ത് കാക്കറായി ചർച്ച പോകുന്ന മനുഷ്യന്റെ അടുക്കല് അദാബിന്റെ മലക്കുകളാണ്. ഇത്തരത്തിലുള്ളതായ അദാബിന്റെ മലക്കുകളും റഹ്മത്തിന്റെ മലക്കുകളും മലക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കി.
അങ്ങനെ മലക്കുകൾക്കുള്ളതായ സവിശേഷതകൾ വിശാലമാണ്. അല്ലാഹു തആല വീണ്ടും പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയ്യത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.